കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയും ഈ സംഭവം തമ്മിൽ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് അത്ര അധികം ചരിത്രം ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പിണറായി വിജയനും മെൻഷൻ ചെയ്തത് ഞാൻ ഇടതുപക്ഷ നേതാവായിരുന്നു മാത്രമാണ്, അല്ലാണ്ട് പ്രസ്ഥാനത്തെ അല്ല. ഞാൻ ഇടതുപക്ഷത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗമല്ല, ഒരു BJPയുടെയും ഭാഗമല്ല. പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷൻസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കൾച്ചറൽ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നേറണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന് റിബലിയൻ രീതികൾ ഉപയോഗിച്ചേ പറ്റൂ. പകരം ഇവിടെ നിലവിലുള്ള സിനിമയുടെ വലതുപക്ഷ സ്വഭാവത്തെ സ്വാധീനിച്ചുകൊണ്ട് സിനിമാ താരങ്ങളെ വെച്ചുകൊണ്ട് വോട്ടിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പരിപാടി ഒഴിവാക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നമുക്കറിയാം സിനിമാക്കാരങ്ങൾ വെച്ചതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്. ഇവർ സിനിമ ഇറങ്ങുമ്പോൾ ഭക്തിയാണ് ഒരു രൂപം കൊള്ളും, അസോസിയേഷൻസ് ഉണ്ടാക്കുന്നു. ഇതേ രീതിയിലേക്ക് നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ തുടങ്ങിയ എന്താ അവസ്ഥ? അൻവർ ഫാൻസ് അസോസിയേഷൻ, പിണറായി ഫാൻസ് അസോസിയേഷൻ, ഒരു കാലത്ത് അച്യുതാനന്ദ ഫാൻസ് അസോസിയേഷൻ, ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ ആൾക്കാർ കെട്ടിമറിഞ്ഞു വീഴും. രാഷ്ട്രീയ പ്രവർത്തകർ മനുഷ്യരുടെ ഭാഗമാണെന്നും സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും എല്ലാ മനുഷ്യരിലും വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്നും എൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ വിളിച്ചു പറയുന്നു, രാഷ്ട്രീയമെന്ന് അവഗണിക്കാൻ കഴിയാത്തൊരു സാധനമാണെന്നും എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നവൻ കടുത്ത വലതുപക്ഷവാദിയാണെന്നും നമുക്ക് സമൂഹത്തിന് ബോധ്യപ്പെടണ്ടേ? ഈ വലതുപക്ഷവാദിയാകുന്നത് തെറ്റാണ്, ഒരു സംശയമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലതുപക്ഷങ്ങൾ ഒരു കാലഘട്ടത്തിലും അടിസ്ഥാന വർഗങ്ങളുമായിട്ട് സന്ധി ചെയ്തിട്ടില്ല. പകരം മുകളിലുള്ള ഭരണവർഗങ്ങളായിട്ടോ അധികാരവർഗങ്ങളായിട്ടോ മാത്രമേ കമ്പറൂ. ലോകത്തെ എവിടെ എടുത്തു നോക്കിക്കോളൂ, വലതുപക്ഷ വർഗങ്ങളാണ് ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ചിട്ടുള്ളത്. ഫാസിസമായാലും ഹിന്ദുത്വ അജണ്ടയായാലും ഇപ്പോൾ ബംഗാളിൽ ഇവിടെ മറ്റേ US നമുക്കറിയാം കടുത്ത വലതുപക്ഷവാദിയാണ് ട്രംപ്. അതെങ്ങനെയാണ്? വലതുപക്ഷ പ്രസ്ഥാനക്കാർ ഒരു കാലഘട്ടത്തിലും സത്യസന്ധമായിട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ല, കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജനങ്ങൾക്ക് അവരെ മതിയെങ്കിൽ പിന്നെ നമുക്ക് എന്താ കുറ്റം പറയാൻ പറ്റും? ജനങ്ങൾക്ക് മതി കൊടുക്കാനാണെങ്കിൽ എനിക്ക് സിനിമ പാട്ട് വായിച്ചാൽ പോരെ. ജനങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും മഹാനായ സിനിമാ നടിമാരോട് ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും എൻ്റെ സുഹൃത്തുമായ ഷക്കീല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇമെയിൽ അയക്കാറുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഫ്ലൈറ്റിൽ ഒരുമിച്ചുമ്പോൾ തൊട്ടടുത്തിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലരും അവരോട് സംസാരിക്കാൻ മടി കാണിച്ചപ്പോൾ ഞാൻ അടുത്ത് വന്നിരിക്കുകയായിരുന്നു. അവരടുത്തിരുന്ന ഒരു ചങ്ങാതി ചോദിച്ചു വാങ്ങിച്ചിട്ട് സീറ്റ് മാറി. അപ്പം ഞാൻ ആ എയർ ഹോസ്റ്റൽ ഞാൻ അവിടെ വന്നിരിക്കാമെന്ന് പറഞ്ഞു. തിരസ്കരിക്കപ്പെടുന്ന അവഗണിക്കപ്പെടുന്നവരോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ആർട്ടിസ്റ്റിൻ്റെ ബോധം. അത് റാഡിക്കൽ ബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഞാൻ പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിൽ നാടൻ പാട്ട് വായിക്കാം. എന്നെ കച്ചേരിക്ക് വിളിക്കുമ്പോൾ മെയിൻ കോൺസേർട്ട് കഴിഞ്ഞാൽ എന്നോട് ചില പീസുകളൊക്കെ വായിക്കും. ഞാൻ അതിൽ ഇൻ്റർനാഷണൽ ആന്തം വായിക്കും, ഉണരുവിൻ പട്ടിണിയുടെ തടവുകാർ. എനിക്ക് വായിക്കാമല്ലോ, പലർക്കത് മനസ്സിലാവില്ല. ഞാൻ വായിക്കുക എന്നുള്ളത് എൻ്റെ വേ ഓഫ് ആക്ടിങ് ആണ്, ടു ദി റെസ്പോണ്ട് ടു സൊസൈറ്റി. കരുണ വായിക്കും, കുമാരനാശൻ്റെ കരുണ. കച്ചേരിക്കിടയിൽ അറിയാമോ കുമാരനാശൻ്റെ കരുണ? അറിയാലോ.
ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ മ്യൂസിഷ്യൻ്റെ വായിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇവിടെയാണ് ഈ പറഞ്ഞ മൂവ്മെൻറ്റുകൾ നടക്കുന്നത്. നമ്മൾ കുമാരനാശൻ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഇടയ്ക്ക് ചെറുചീരയുടെ കൃഷ്ണകഥ വായിക്കും. നല്ല സുഖമുള്ള സാധനമാണ്. ഇപ്പോൾ കേട്ട് ചിരിച്ച രീതിയാണ്. നമ്മൾ സ്കൂളിൽ കാലഘട്ടത്തേക്ക് പോയില്ലേ, ഇതൊക്കെ നമ്മുടെ സംഗീത പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ സ്കൂളുകളിൽ പാട്ട് പാടിച്ചുകൊണ്ട് കവിത പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നദോനത വൃത്തം, വഞ്ചിപ്പാട്ട്, അതുപോലെ തന്നെ വടക്കൻ പാട്ടുകൾ, ഇതൊക്കെ നമുക്കിവിടെ പ്രയോഗിച്ചു. ഇതൊക്കെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായൊരു സാധനമാണ്. ഞാൻ അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിലല്ല, പക്ഷെ ഞാൻ വായിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനൊരു ഔദ്യോഗിക സാധനമല്ല, പക്ഷെ നമ്മളത് വായിക്കാറുണ്ട്. എനിക്കത് വായിക്കാൻ തോന്നും ചില സമയത്ത്, ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ ആണെങ്കിൽ. അല്ലെങ്കിൽ ആശാനം എനിക്ക് മറന്നുകൊണ്ട് എൻ്റെ കാവ്യ ലോകത്താണെങ്കിൽ പോലും, ഞാൻ കവിത വായിക്കുന്ന കാലത്താണെങ്കിൽ പോലും, പഠിക്കുന്ന കാലത്താണെങ്കിൽ പോലും, ആശാനോ വള്ളത്തോളിനെ പിന്നെ എനിക്ക് വിട്ടുകളയാൻ പറ്റും. ഞാൻ അങ്ങനത്തെ ഒരു ദേശീയവാദിയല്ല, പക്ഷേ ആശാനം വിട്ടുകളയാൻ പറ്റുന്നില്ല. അത്ര ഭീകരമായ കാൽപ്പനികത്വം. അതുപോലെ തന്നെ കക്കാട്, സഫലമി യാത്ര പോലുള്ള എഴുതി കക്കാട്, ഇടശ്ശേരി, ഇടപ്പള്ളി, എഴുത്തച്ഛൻ, നിരണം കവികൾ, മാധവ പണിക്കർ പോലുള്ള ആളുകൾ. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ ആൾക്കാർ വേറെയുണ്ട്, എഴുത്തുകാർ വേറെയുണ്ട്. വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായ സാധനങ്ങൾ. ഞാൻ ഭാരതിയാറിൻ്റെ ഒരു സാധനമില്ലേ, കേട്ടല്ലേ, ചിന്നം ചെറുക്കിളിയെ. ചിന്നഞ്ചെറുക്കിളിയെ. എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല, പക്ഷെ ഞാൻ വായിച്ച് ജീവിതം എൻ്റെ സോഷ്യലായിട്ടുള്ള കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എനിക്ക് തോന്നുന്നത് ആർട്ട് എന്നുള്ള സാധനം മുകളിൽ നിന്ന് പൊട്ടി വീഴുന്നൊരു സാധനമല്ല എന്നുള്ളതാണ്. ആർട്ട് ഗുരു പഠിപ്പിച്ചു തരുന്നൊരു സാധനമല്ല, നിങ്ങളുടെ വേ ഓഫ് ലൈഫിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. വേ ഓഫ് ലൈഫിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കുന്ന എനർജി നിങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല, സാമൂഹികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ കൂടി സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഇടപഴകുന്ന വ്യക്തികളിലൂടെ, നിങ്ങൾ കേൾക്കുന്ന പാട്ടുകളിലൂടെ. നിങ്ങളിപ്പോൾ കാക്കാരിശ് നാടകം കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റു പാട്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യൻ്റെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കും. എനിക്ക് മാത്രമായിട്ടൊരു കലാകാരന് മാത്രമായിട്ടൊരു ലോകമില്ല ഇവിടെ. എല്ലാവരും അടങ്ങുന്ന ലോകമാണ് എൻ്റേതെന്നുള്ള ബോധ്യം കലാകാരന് ഉണ്ടാവുന്ന കാലത്തോളം അവനത് ആ ഒരു ആക്ടിവിസത്തിൻ്റെ ഭാഗമായി മാറും. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്, കലാകാരൻ മാത്രം സാമൂഹിക ജീവിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, എല്ലാ മനുഷ്യരും സാമൂഹിക ജീവിയാണ്. ഈ സമൂഹത്തിൻ്റെ ഭാഗമായി അവൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ അതിന് ആക്ടിവിസമാണ്. അവൻ അറിയാതെ പോലും സംസാരിച്ചു കൊണ്ടിരിക്കും. അവൻ അല്ലെങ്കിൽ തന്നെ ഗുരു അതിൻ്റെ ഗുരു കൊണ്ടുവന്ന ലീനേജിൻ്റെ ഭാഗമായുള്ള സാധനമൊന്നുമല്ല ഇപ്പോൾ വായിക്കുക. ഒരു കീർത്തനം വായിക്കുമ്പോൾ, കർണാട്ടിക് മ്യൂസിക്കിലാണ് കീർത്തനം വായിക്കുമ്പോൾ, അത് ത്യാഗരാജസ്വാമികൾ പാടിയ പോലെയാണ് വായിക്കുന്നത്. ഓരോ നിമിഷവും ഞാൻ പറഞ്ഞു ജൈവപരമായ പ്രക്രിയയ്ക്ക് വിധേയമാക്കപ്പെടും. അവിടെ അവൻ പാട്ടുകളിലൂടെ പ്രതികരിക്കാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും. നമുക്ക് വിപ്ലവ ഗാനങ്ങളുണ്ടായത് ഒരു സുപ്രഭാതം കൊണ്ടൊന്നുമല്ലല്ലോ. പാട്ടുകളിലൂടെ പ്രതികരിക്കും. നാടൻ പാട്ടുകളുണ്ടായില്ലേ നമുക്കിവിടെ. കലാകാരൻ ആക്ടിവിസ്റ്റാണ് ബേസിക്കലി. കാരണം അവൻ സാമൂഹിക ജീവിയാണ്.
മറ്റുള്ള ആളുകളെക്കാൾ കുറച്ചും കൂടി സെൻസിറ്റീവ് ആണ് അവൻ. കാരണം ഹീ ഈസ് വെരി കോൺഷ്യസ് അബൌട്ട് സൊസൈറ്റി. അതർവൈസ് ഹീ കാൺ സസ്റ്റെയിൻ. ഹീ ഷുഡ് ഗെറ്റ് എ മണി. ഹീ ഷുഡ്, കാരണം അവൻ്റെ ഏണിങ് അതിലൂടെയാണ്. അവൻ പാടുമ്പോൾ കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ? അവൻ്റെ കേൾവിക്കാർ പോലും അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കേൾവിക്കാരിൽ നിന്ന് അവർ എനർജി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു കലാകാരൻ. അവനൊറ്റയ്ക്ക് ദന്തഗോപുരങ്ങളിൽ ഇരിക്കാൻ കഴിയില്ല. അവനൊക്കെ ദന്തഗോപുരങ്ങളിൽ നിന്ന് പാടുന്നു, PR വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായി ബെൻസ് കാറിൽ വന്നിറങ്ങുന്നു. പഴയൊരു ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, കലയ്ക്ക് വേണ്ടിയിട്ടാണോ ജീവിതത്തിന് വേണ്ടിയിട്ടാണോ എന്ന്. അതാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞു വരുന്ന സാധനം. അതായത് നിങ്ങൾക്ക് എന്ത് വിവക്ഷിക്കുക, അത് അതിൻ്റെ ഭാഗമായിട്ട് ഈ കോൺട്രഡിക്ഷനായിട്ട് നമ്മുടെ അല്ല, എൻ്റെ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ഈ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഈ കലയ്ക്കൊരു പ്യൂരിറ്റി ഇല്ലേ, ഒരു കലർപ്പില്ലായ്മ എന്നൊരു കൺസെപ്റ്റ് ഇല്ലേ? കലരാത്ത എന്താണ് ഇവിടെ ഉള്ളത്? കലരാത്ത എന്താണുള്ളത്? ഒന്നുമില്ല. പ്യൂരിറ്റി എന്ന് പറഞ്ഞ് പറയാ ഈ ബ്രാഹ്മണിക്കൽ കോണ്ടെക്സ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതിൽ ആ പ്യൂരിറ്റി എന്നുള്ളത് ഈ പറഞ്ഞ പോലെ സവർണബോധവുമായി ഉണ്ടായ സാധനമാണ്. അത് ഈ കലയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്, സാഹിത്യത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. നായർ പുസ്തകം എഴുതുമ്പോൾ മഹത്തരമാവുകയും ദളിതൻ കവിത എഴുതുമ്പോൾ മോശമാവുന്നതുകൊണ്ടാണ്. എല്ലാ സമയം കഴിഞ്ഞില്ലേ, അത് ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ജാതിബോധം നിങ്ങൾ പോലും അറിയാതെ പ്രവർത്തിക്കുന്നുണ്ട്. ജാതിബോധം ഉപരിപ്ലവമല്ല, ഈ കോംപ്ലക്സ് സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന വേറെ രീതിയിലാണ്. അത് പ്രവർത്തിക്കുന്നത് നിങ്ങളെ അവഗണിക്കുന്നതിലൂടെ, അധികാരങ്ങളിലൂടെ പറിച്ചു വെച്ചിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നതിലൂടെ. അല്ലെങ്കിൽ നിങ്ങൾ കറുത്ത നിറമുള്ള ഒരുവൻ്റെ കൂടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇവിടെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ സുഹൃത്ത് കറുത്തുള്ളവരാണ്. നിങ്ങളുടെ ഭാര്യ ഇന്ന് ഏതെങ്കിലും ഒരു വെളുത്തവൻ തൻ്റെ കറുത്ത ഭാര്യയെ നിങ്ങൾ പ്രകടിപ്പിച്ചത് കണ്ടില്ല. സിനിമയിൽ പോലും നായയ്ക്ക് വെളുപ്പിക്കല്ലേ, കറുത്തവരെ വെളുപ്പിച്ചെടുക്കല്ലേ. ജാതി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മാറ്റവും ഇല്ല.